1998 സംഭവം. രത്തൻ ടാറ്റയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണിത്. അദ്ദേഹത്തിൻ്റെ ടാറ്റ മോട്ടോഴ്സ് ഒത്തിരി മുന്നോട്ട് പോയ സമയത്താണ് അദ്ദേഹം ടാറ്റ മോട്ടോഴ്സ് ഇൻഡിക പുറത്തിറക്കുന്നത്. അത് പാസഞ്ചേഴ്സ് വെഹിക്കിളാണ്. വളരെ പ്രതീക്ഷയോടു കൂടിയാണ് അന്ന് ഇന്ത്യയിൽ അദ്ദേഹം അത് തുടങ്ങിയത്. പക്ഷേ ഒരു വർഷത്തിനകത്ത് തന്നെ നഷ്ടത്തിലായി, പ്രതീക്ഷിക്കാത്ത നഷ്ടത്തിലേക്ക് എത്തി. ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഫോർഡ് കമ്പനിയായിട്ട് സംസാരിക്കാൻ തീരുമാനിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ടാറ്റ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ആളുകൾ അവിടേക്ക് പോയി സംസാരിച്ചു. വലിയൊരു ചർച്ചയ്ക്ക് ശേഷം വളരെ മോശം എക്സ്പീരിയൻസോട് കൂടിയാണ് അവർ ഇന്ത്യയിലേക്ക് മടങ്ങിയത്. ആ മീറ്റിങ്ങിനെക്കുറിച്ച് പിന്നീട് ടാറ്റ എക്സിക്യൂട്ടീവ് പ്രവീൺ കാട്ട്ലെ പറഞ്ഞത് ഇങ്ങനെയാണ്: ഹ്യൂമിലിയേറ്റിംഗ് മീറ്റിംഗ് എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. അത്രത്തോളം മോശമായിട്ടാണ് അവർ വേദനിപ്പിച്ചിറക്കിയത്. തിരിച്ചു വന്ന് രത്തൻ ടാറ്റയ്ക്ക് എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചിടത്ത് ഒന്നും അങ്ങനെ അപമാനത്തിൽ വിട്ടുകൊടുക്കാൻ അയാൾ തീരുമാനിച്ചില്ല. ആ അപമാനത്തിൽ നിന്നാണ് അയാൾ പിന്നീട് ഇതിൽ നിന്ന് തന്നെ പുതിയൊരു വികസിപ്പിക്കണമെന്നൊരു തോന്നലുണ്ടായത്. അദ്ദേഹം തുടർന്ന് അധ്വാനിച്ചു, പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നു, ഏറെ നന്നായി പുരോഗമിച്ചു, ആർക്കും ചിന്തിക്കാൻ അപ്പുറത്തേക്ക് ഉയർന്നു വന്നു. അതോടുകൂടി കഥ കഴിഞ്ഞില്ല. പിന്നീട് 9 വർഷത്തിന് ശേഷം ഫോർഡ് കമ്പനി നഷ്ടത്തിലേക്ക് എത്തി തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പതറിയൊരു സമയമുണ്ടായിരുന്നു. അന്ന് ഫോർഡ് കമ്പനി ഇന്ത്യയിലേക്ക് പറന്നു വന്നു. അവർ സംസാരിക്കാൻ അപ്പോയിൻമെൻ്റ് എടുത്തത് അന്ന് അവർ ഹ്യൂമിലിയേറ്റ് ചെയ്ത രത്തൻ ടാറ്റയോടെയാണ്. ഫോർഡ് കമ്പനിയുടെ എല്ലാ നഷ്ടത്തിൻ്റെ കണക്കുകളും കേട്ടതിന് ശേഷം അന്ന് ജാഗ്വാർ ലാൻഡ് റോവറിൻ്റെ ബിസിനസ് ടാറ്റ ഏറ്റെടുത്തു. ഏകദേശം $2.3 ബില്യൺ കൊടുത്താണ് അന്ന് ആ ബിസിനസ് രത്തൻ ടാറ്റ ഏറ്റെടുക്കുന്നത്. അതിനുശേഷം 2024 ഈ കൂടിക്കാഴ്ചകൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ പുറത്തു വന്നു. അന്ന് ഫോർഡ് കമ്പനിയുടെ ചെയർമാൻ ബിൽ ഫോർഡ് പറഞ്ഞത് ഇങ്ങനെയാണ്: എത്ര ആദരവോടെയാണ് ഞങ്ങളെ ആ മനുഷ്യൻ സ്വീകരിച്ചത്. ഒരു അപമാനത്തിൽ നിന്ന് ഞങ്ങളെ അപമാനത്തിൻ്റെ ഒരു അംശം പോലും ഓർമ്മയിൽ സൂക്ഷിക്കാതെ ഞങ്ങളെ ആദരവോട് സൂക്ഷിച്ച വലിയൊരു മനുഷ്യൻ. അപമാനത്തിൻ്റെ കഥയാണ് ഇന്നത്തെ സുവിശേഷവും. ഒരു സ്ത്രീ പിന്നാലെ നടന്ന് ക്രിസ്തുവിനോട് അപേക്ഷിച്ചു. യേശു ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഇതിനു മുമ്പ് ഒത്തിരിയേറെ പേർ യേശുവിന് മുമ്പിൽ വന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും അവൻ വലിയൊരു അത്ഭുതത്തിൻ്റെ കഥ ജീവിതത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അവനെ തേടി വന്ന ആരുടെ മുമ്പിൽ ഇത്രയും മോശമായിട്ട് ക്രിസ്തു സംസാരിച്ചായി നമ്മളെവിടെയും കാണില്ല. എന്നിട്ട് എന്തുകൊണ്ടാണ് ക്രിസ്തു ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? ഒരു സ്ത്രീ എന്ന പരിഗണന കിട്ടാതെ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ അങ്ങനെയൊക്കെ പ്രകടമായിട്ടുണ്ടോ? 3 രീതിയിലാണ് പ്രത്യക്ഷത്തിൽ ആ സ്ത്രീയുടെ ജീവിതത്തിലുണ്ടായ ഒരു ഹ്യൂമിലിയേഷൻ എന്ന് പറയാം. ഒന്ന്, ക്രിസ്തു അവളെ മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പോസ്തലന്മാർ അവളെ പറഞ്ഞു വിടാനൊക്കെയുള്ള ട്രൈ നടത്തുന്നുണ്ട്, ഒട്ടും ക്രിസ്തു അവളെ മൈൻഡ് ചെയ്തില്ല. രണ്ടാമതൊരു ഹ്യൂമിലിയേഷൻ എന്ന് പറയുന്നത്, യേശു അവളോട് പറഞ്ഞു, ഞാൻ വിജാതിയുടെ അടുത്തേക്കല്ല വന്നത്. എന്ന് വെച്ചാൽ അവളെ കാണാനോ കേൾക്കാനോ പോലും ക്രിസ്തു കൂട്ടാക്കാത്തതുപോലെ നമുക്കൊരു പക്ഷേ പ്രത്യക്ഷത്തിൽ ഗോസ്പലിൽ തോന്നിയേക്കാം. മൂന്നാമതായിട്ട്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്കിട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞു. ഒരുപക്ഷെ അപമാനത്തിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥ ഇവിടെ തന്നെയാണ്. ഇത്രയധികം മോശമായിട്ടൊക്കെ പറയുന്നിടത്ത് ഒരു സ്ത്രീ ഇനിയും അവൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് നിൽക്കണോ? ഈ ഒരു ചോദ്യമാണ് നമ്മളെല്ലാവരും ചിന്തിപ്പിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ലക്ഷ്യം ഇത് മറ്റേത് അത്ഭുതത്തെ കണക്ക് സാധാരണ ഒരു അത്ഭുതമല്ല. തൻ്റെ മകളുടെ ജീവിതം വെച്ചുകൊണ്ട് ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ലക്ഷ്യം എന്തായിരുന്നു? ഈ വാക്കിൻ്റെയൊക്കെ അർത്ഥം ക്രിസ്തുവിന് വളരെ മനോഹരമായി ശക്തമായൊരു ടീച്ചിങ് ഈ ഭൂമിക്ക് നൽകണമായിരുന്നു. അതുകൊണ്ട് ക്രിസ്തു അവളുടെ വരവരെ അത്ര സാധാരണമായി കണ്ടില്ല. ഇങ്ങനെ 3 രീതിയിൽ ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ട് നിൽക്കുന്നു എന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുമ്പോഴും ആ സ്ത്രീയുടെ മനോഭാവം എന്തായിരുന്നു? ഇനി ഒരു പ്രതീക്ഷയില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് അവളുടെ ഹൃദയം എവിടെയായിരുന്നു? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ടമായാലും മതി എന്ന് പറഞ്ഞ് അവൾ അപ്പോഴും അവനെ വിടാതെ അവൻ്റെ പിന്നാലെ നടന്നു. അതാണ് ഏറ്റവും മനോഹരമായ സത്യം. ഒരുപക്ഷെ എല്ലാ അപമാനങ്ങൾക്കും കണ്ണീരുകൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഒക്കെ ഇടയിൽ അവൾക്ക് ആ മേശയിൽ നിന്ന് വീണ അപ്പക്കഷ്ടമായാലും മതി എന്ന് പറഞ്ഞ് അവൾ ക്രിസ്തുവിനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഒരിക്കലും അവൻ നഷ്ടപ്പെടുത്താത്ത വിധത്തിൽ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ടേയിരുന്നു. അവിടെയാണ് അത്ഭുതം സംഭവിച്ചത്. അവിടെയാണ് മാറ്റം സംഭവിച്ചത്. അപമാനിക്കപ്പെട്ടു എന്നിടത്തു നിന്ന് അവൾ ഉയരങ്ങളിലേക്ക് ഉയരുകയാണ്. ക്രിസ്തു അവളോട് പറഞ്ഞ വാക്ക് നിൻ്റെ കുഞ്ഞിന് സുഖമാകട്ടെ എന്നുള്ളതല്ല, ഇനി നിൻ്റെ കുഞ്ഞ് സൗഖ്യത്തോടെ ആയിരിക്കുമെന്നുള്ളതല്ല. അവൾക്ക് മാത്രം അത്ഭുതങ്ങൾ കിട്ടിയൊരു പ്രിവിലേജ് എന്താണെന്നറിയോ? നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. എനിക്ക് തോന്നുന്നു സുവിശേഷത്തിൽ ക്രിസ്തു ഇവളോട് മാത്രമേ ഈ വാക്ക് പറഞ്ഞിട്ടുള്ളൂ. നീ എന്താഗ്രഹിക്കുന്നു അതൊക്കെ നടക്കട്ടെ. പിന്നീട് അവളുടെ മനസ്സിൽ അവൾ എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടോ, എന്തൊക്കെ അവൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം ലഭിക്കുകയും നേടിയിട്ടുമുണ്ട്. കാര്യം
അത്രത്തോളം അവൾ ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ചു. അപമാനത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും കണ്ണുനീരിൻ്റെയും കുത്തുവാക്കുകളുടെയൊക്കെ ഇടയിലും അവൾ ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ചു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു ഇവിടെ അപമാനിക്കുക എന്നുള്ളതായിരുന്നില്ല ലക്ഷ്യം, മറിച്ച് ഈ ഭൂമിക്ക് തന്നെ ഏറ്റവും ഉദാഹരണമായ ഒരു വിശ്വാസത്തിൻ്റെ, പ്രാർത്ഥനയുടെ, പ്രത്യാശയുടെ അടയാളമായി ഈ സ്ത്രീയെ ഉയർത്തണമെന്ന് ക്രിസ്തു കരുതിയിട്ടുണ്ടെങ്കിൽ എതിർക്കാൻ നമ്മൾ ആരാണ്? ഒരുപക്ഷെ 2000 വർഷങ്ങൾക്ക് മുമ്പ് പേര് പോലും വെളിപ്പെടുത്താത്ത ഒരു സ്ത്രീയെ ഇത്രത്തോളം സുവിശേഷം വാഴ്ത്തിപ്പാടുന്നുണ്ടെങ്കിൽ അതേ ജീവിതാനുഭവം തന്നെയാണ് ഒരുപക്ഷെ നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ, നമ്മൾ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അപമാനിക്കപ്പെടുന്നൊരു തോന്നലുണ്ടാകുന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടുത്തി കളയരുത്. വീണ്ടും അവനെ ചേർത്ത് പിടിക്കണം. കാരണം ഒരു കാലത്തിന് തന്നെ ഒരടയാളമായി ദൈവം നിങ്ങൾ ചില അടയാളങ്ങൾ നിക്ഷേപിച്ചാലോ, ഒരുപക്ഷെ വെറും ഒരു അത്ഭുതത്തിൽ മാത്രം ഒതുക്കാതെ നിങ്ങൾ എന്ത് തന്നെ സ്വപ്നം കണ്ടാലും ആഗ്രഹിച്ചാലും കിട്ടുന്ന രീതിയിൽ നിങ്ങളെ ദൈവം ഉയർത്തിയാലോ. സുവിശേഷത്തിലെ ഈ സ്ത്രീയോളം ഏറ്റവും ഭാഗ്യം ലഭിച്ച വേറെ സ്ത്രീ ഇല്ലാന്ന് തോന്നുന്നു. അവൾ പിന്നീട് ആഗ്രഹിച്ചതൊക്കെ ദൈവഹിതമനുസരിച്ചാണ്. ഇപ്പോൾ ഉണ്ടാകുന്ന അപമാനങ്ങളും വേദനകളും കണ്ണുനീരും ഒക്കെ അത്ര ചെറുതായി കാണരുത്. ഇതൊക്കെ വലിയ അടയാളത്തിൻ്റെ രഹസ്യമാണ്. ഒരു കാര്യം കൂടി ഓർമ്മയിൽ സൂക്ഷിക്കണം. അപമാനിക്കപ്പെട്ടത് ഈ സ്ത്രീയാണ്, കണ്ണുനീരൊഴുക്കിയത് ഈ സ്ത്രീയാണ്, നിലവിളിച്ചത് ഈ സ്ത്രീയാണ്, പിന്നാലെ നടന്നതും ഈ സ്ത്രീയാണ്. പക്ഷേ അത്ഭുതം സംഭവിച്ചത് മകൾക്കാണ്. ഓർത്തിരിക്കണം, നിങ്ങളുടെ പ്രാർത്ഥനകളും അങ്ങനെ വെറുതെയാകില്ല, നിങ്ങളുടെ കണ്ണുനീരുകളൊന്നും നഷ്ടമാകില്ല. നിങ്ങളെ കാത്തിരിക്കുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ കൂപ്പിയ കരങ്ങളും നിങ്ങൾ മുട്ടുകുത്തിയ ഇടങ്ങളൊക്കെ അത്ഭുതമാക്കി മാറ്റും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.